വീട്ടിലിടാനുള്ള ഉടുപ്പ് വാങ്ങാൻ വേണ്ടി എറണാകുളം മേനകയുടെ അവിടെയുള്ള രാധാകൃഷ്ണയിലേക്ക് പോയതാണ്. അവിടെ ഉടുപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പോരാന്നോർത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ സ്ലൈഡൊക്കെ ഇരിക്കണം. അപ്പോൾ എൻ്റെ സ്ലൈഡെല്ലാം ഒടിഞ്ഞിരിക്കണേ. അന്ന് സ്ലൈഡ് വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി. സ്ലൈഡും വാങ്ങി ബില്ലടിക്കാൻ നിന്നപ്പോഴത്തേക്കാണ് കമ്മൽ കണ്ടത്. അപ്പോൾ കമ്മലെടുത്ത് ഒന്ന് വെച്ചൊക്കെ നോക്കി. എന്നിട്ട് ഞാൻ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ, ഞാൻ സ്ലൈഡ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. എനിക്ക് വലിയ കമ്മലിനോടാണ് ഇഷ്ടം. ചെറിയ കമ്മലിനോട് എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല. കമ്മലിൻ്റെയും വളയുടെയൊക്കെ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വില കുറവുണ്ട്. എന്തായാലും ഈ രാധാകൃഷ്ണ കച്ചേരിപ്പടിയിലുമുണ്ട്. അപ്പോൾ പോണ വഴിക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കിയിട്ടും പോകാമെന്ന് വിചാരിച്ചിരിക്കണേണ്. അങ്ങനെ ആ കാർഡ് കൊടുത്ത് നമ്പറും കുത്തി പൈസയും അവിടെ എടുത്ത് അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളും അവരെൻ്റെ കയ്യിലോട്ട് തന്ന് അങ്ങനെ ഇവിടെ നിന്ന് വേഗം ഞാൻ പോണേണ്. മേനകയിലൊക്കെ വന്നെയാണെങ്കിൽ ഞാൻ പിന്നെ 2-3 സ്ഥലത്തൊക്കെ കയറിയിട്ടൊക്കെ പോകുള്ളൂ. കാരണം ഏതായാലും വന്നതല്ലേ, എന്നാൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടും പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകും. കാര്യം 3 മണി കഴിഞ്ഞിട്ടുള്ളെങ്കിലും നല്ല വെയിലാണ്. എന്നാലും വേണ്ടൂല, കുറച്ചങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച്. ഇത് മേനകയുടെ ആ സെൻറ്ററിലെത്തി. അതിൻ്റെ അപ്പുറത്ത് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ ഞാനൊന്ന് കയറി ഡ്രസ്സ് ഉണ്ടാന്ന് നോക്കാൻ. പക്ഷേ വീട്ടിലിടണത് അവിടെ ഇല്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് ഞാൻ വന്ന്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും പിന്നെ കുറേ ബോട്ടും ഒക്കെ കിടക്കണ കാണാം. അതും തന്നെയല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് സമയം പോണത് അറിയൂല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വന്ന് കുറേ നേരം അങ്ങനെ നിന്നിട്ടാ. ഇവിടെ നിന്ന് 200 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറത്തേക്ക് ബോട്ടിലൊക്കെ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. 200 അല്ല കേട്ടോ, 200, 500 ഉണ്ട്. അത് 2 മണിക്കൂറൊക്കെ. അങ്ങനെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്കും ഈ മരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുപോലെ കുറേ മരങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് വെയിൽ കൊള്ളാതെ നമുക്ക് തണലത്തിരിക്കാം. ഇപ്പോൾ കുട്ടികളുടെ സ്കൂളൊക്കെ അടച്ചേക്കണത് കൊണ്ടേ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇത്തിരി തിരക്കൊക്കെ ഉണ്ടായി. ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല തിരക്കാണ്. കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ബോട്ടിനെയൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ബസ്സിൽ കയറി ബസ് യാത്ര തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ച് കച്ചേരിപ്പടി പോയി ഇറങ്ങിയിട്ട് കച്ചേരിപ്പടി ചെന്നിട്ട് ശീമാട്ടിയിലും ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു രാധാകൃഷ്ണൻ ഉണ്ടെന്ന്, അവിടെയും കയറാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ആദ്യം ശീമാട്ടിയിലോട്ട് വന്ന്. ശീമാട്ടിയുടെ അതിലെ കൂടി മെട്രോ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല. ഇപ്പം ഞാൻ മെട്രോയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ശീമാട്ടിയുടെ അകത്തോട്ട് കയറാൻ പോണത്. അങ്ങനെ ശീമാട്ടിയിൽ വന്ന് ഞാൻ വേഗം അകത്തോട്ട് കയറി. അകത്ത് കയറി നല്ല ഭംഗിയുണ്ട്. എന്ത് രസമാണല്ലേ ഈ ഉടുപ്പൊക്കെ ഇടിച്ച് ഇങ്ങനെ ഇട്ട് നിർത്തിയേക്കണം കാണാനായിട്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ അങ്ങനെ അതും കുറേ നേരമൊക്കെ നോക്കി നടന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കും ഇവിടുത്തെ ഡ്രസ്സ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഉച്ചതൊട്ട് നടന്നെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടി. ആട്ടെ, ഞാനിത് കച്ചേരിപ്പടിയുടെ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ രാധാകൃഷ്ണൻ ഉണ്ടെന്ന്, അത് ശീമാട്ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ അവിടെ കയറിയിട്ട് എടുത്തതാണ് ഞാനിത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ. നമ്മൾ ആഗ്രഹിച്ചതുപോലത്തെ ഡ്രസ്സുകൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ ചെന്ന് വേഗം ബില്ല് മേടിച്ച് ആ കാർഡും ബില്ലും തന്നാൽ 550 രൂപയുള്ള കേട്ടോ, വലിയ വിലയുമില്ല. അങ്ങനെ നേരെ ഇറങ്ങി താഴത്ത് ഞാൻ 2 ഡ്രസ്സ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് വാങ്ങിച്ച് അപ്പുറത്തുനിന്ന് അതും വാങ്ങിച്ച് നേരെ ഞാൻ വീട്ടിലോട്ട് പോണേണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് വന്നിട്ട് വൈകുന്നേരം ഒരു 6:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉടുപ്പൊക്കെ എടുത്ത് നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴക്കാറുമുണ്ട്, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് വീട്ടിലൊന്നും വെച്ചിട്ടില്ല. വൈകുന്നേരം രാത്രിയായില്ല. അന്ന് അവിടെ വൃന്ദാവനുണ്ട്. എന്നാൽ വൃന്ദാവൻ്റെ അവിടെ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പോണേണ്. അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.